ജബൽ അക്തറിൽ 6 മാസത്തിനിടെ 1 ലക്ഷത്തിലധികം സന്ദർശകരെത്തി. ബിസിനസ് ഇടപാടുകൾക്ക് വ്യക്തിഗത അക്കൗണ്ടുകൾ ഉപയോഗിക്കരുത്, നിയമലംഘനത്തിന് കനത്ത പിഴയെന്ന് ഒമാൻ ടാക്സ് അതോറിറ്റിയുടെ കർശന മുന്നറിയിപ്പ്. സലാം എയർ വിമാന വ്യൂഹത്തിൽ ഇനി സലാലയും. വാദി ദർബാത്തിലെ ക്യാബിനുകൾക്ക് ഇനി ഓൺലൈൻ ബുക്കിംഗ്. ഒമാനിൽ നിന്നുള്ള പ്രധാന വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ തുടങ്ങുന്നു. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ brought to you by Shahi Foods and Spices, powered by Purushottam Kanji Exchange. ഒമാനിലെ പ്രശസ്തമായ ടോപ്പ് ഹിൽ വിനോദസഞ്ചാര കേന്ദ്രമായ ജബൽ അക്തറിലേക്ക് സഞ്ചാരികളുടെ വൻ ഒഴുക്ക്. ഈ വർഷം ജനുവരി മുതൽ ജൂൺ വരെയുള്ള കാലയളവിൽ ജബൽ അക്തർ സന്ദർശിച്ചവരുടെ എണ്ണം 1 ലക്ഷം കവിഞ്ഞതായി ഔദ്യോഗിക കണക്കുകൾ വ്യക്തമാക്കുന്നു. മുൻ വർഷത്തെ ഇതേ കാലയളവിനെ അപേക്ഷിച്ച് സന്ദർശകരുടെ എണ്ണത്തിൽ 13.2% ഗണ്യമായ വർധനവാണ് രേഖപ്പെടുത്തിയത്. നാഷണൽ സെന്റർ ഫോർ സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് ഇൻഫർമേഷൻ പുറത്തുവിട്ട ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം ഈ വർഷം ജൂൺ അവസാനം വരെ 1,1608 സന്ദർശകരാണ് ജബൽ അക്തറിലെത്തിയത്. 2025 ഇതേ കാലയളവിൽ ഇത് 89,780 പേരായിരുന്നു. ഒമാനിലെ ബിസിനസ് ഉടമകൾ വാണിജ്യപരമായ ഇടപാടുകൾക്കായി വ്യക്തിഗത ബാങ്കിംഗ് അക്കൗണ്ടുകൾ ഉപയോഗിക്കരുതെന്ന് ഒമാൻ ടാക്സ് അതോറിറ്റി കർശന മുന്നറിയിപ്പ് നൽകി. അത്തരം അക്കൗണ്ടുകൾ വഴി നടത്തുന്ന ബിസിനസ് ഇടപാടുകളിൽ നിന്നുള്ള വരുമാനം നികുതി റിട്ടേണുകളിൽ കൃത്യമായി വെളിപ്പെടുത്തണമെന്നും അധികൃതർ ആവശ്യപ്പെട്ടു. ബിസിനസ് ആവശ്യങ്ങൾക്കായി വ്യക്തിഗത അക്കൗണ്ടുകൾ ഉപയോഗിക്കുന്നത് വഴി നികുതി ബാധ്യതകളിൽ നിന്ന് ഒഴിഞ്ഞുമാറാൻ കഴിയില്ലെന്നും നിയമപ്രകാരം ബിസിനസ് പ്രവർത്തനങ്ങളിലൂടെ ഉണ്ടാക്കുന്ന എല്ലാ വരുമാനങ്ങളും കൃത്യമായി വെളിപ്പെടുത്താനും കൃത്യമായ നികുതി റിട്ടേണുകൾ സമർപ്പിക്കാനും നികുതിദായകർ ബാധ്യസ്ഥരാണെന്നും അതോറിറ്റി വ്യക്തമാക്കി. സാമ്പത്തിക രേഖകൾ കൃത്യമായി സൂക്ഷിക്കുന്നതിനും സുതാര്യത വർദ്ധിപ്പിക്കുന്നതിനും നികുതി റിട്ടേണുകൾ തയ്യാറാക്കുന്നത് എളുപ്പമാക്കുന്നതിനും വ്യക്തിഗത ഇടപാടുകൾക്കും വാണിജ്യ ഇടപാടുകൾക്കുമായി വെവ്വേറെ ബാങ്ക് അക്കൗണ്ടുകൾ സൂക്ഷിക്കാൻ അതോറിറ്റി വ്യാപാര സ്ഥാപനങ്ങളോട് ആവശ്യപ്പെട്ടു. ഒമാനിലെ ബജറ്റ് എയർലൈനായ സലാം എയർ തങ്ങളുടെ വിമാന വ്യൂഹം വിപുലീകരിക്കുന്നതിന്റെ ഭാഗമായി 18ാമത് എയർബസ് A320 നിയോ വിമാനം കൂടി ഉൾപ്പെടുത്തി. വ്യോമയാന ബന്ധം ശക്തമാക്കുന്നതിനും രാജ്യത്തെ ടൂറിസം മേഖലയ്ക്ക് പിന്തുണ നൽകുന്നതിനുമായാണ് സലാല എന്ന് പേരിട്ടിരിക്കുന്ന ഈ പുതിയ വിമാനം സലാം എയർ സ്വന്തമാക്കിയത്. ബുധനാഴ്ച സലാല അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഔദ്യോഗിക വരവേൽപ്പ് നൽകിയ വിമാനം മസ്കത്തിനും സലാലയ്ക്കുമിടയിലാണ് കന്നി വാണിജ്യ സർവീസ് നടത്തിയത്. സ്വീകരണ ചടങ്ങിൽ സർക്കാർ പ്രതിനിധികൾ, വ്യോമയാന പങ്കാളികൾ, മാധ്യമ പ്രവർത്തകർ എന്നിവർ പങ്കെടുത്തു. പുതിയ വിമാനം സലാം എയറിന്റെ പ്രവർത്തനശേഷി വർദ്ധിപ്പിക്കുകയും റൂട്ട് ശൃംഖല വിപുലീകരിക്കുന്നതിനും കൂടുതൽ സൗകര്യമൊരുക്കുമെന്ന് സലാം എയർ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ പറഞ്ഞു. ഒമാനിലെ പ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രമായ ദോഫാറിലെ വാദി ദർബാത്തിൽ ക്യാബിനുകൾ മുൻകൂട്ടി ബുക്ക് ചെയ്യുന്നതിനായി പുതിയ ഓൺലൈൻ ബുക്കിംഗ് സംവിധാനം ഉടൻ നിലവിൽ വരുന്നു. ഇതോടെ വാദി ദർബാത്തിലേക്ക് യാത്ര തിരിക്കുന്ന സഞ്ചാരികൾക്ക് തങ്ങളുടെ യാത്രാ പദ്ധതികൾ കൂടുതൽ എളുപ്പത്തിൽ ആസൂത്രണം ചെയ്യാൻ സാധിക്കും. സന്ദർശകർക്ക് ക്യാബിനുകളുടെ ലഭ്യത പരിശോധിക്കാനും നിരക്കുകൾ മനസ്സിലാക്കാനും അവ ഓൺലൈനായി റിസർവ് ചെയ്യാനും ഈ സംവിധാനം സഹായിക്കും. ഈ പ്ലാറ്റ്ഫോം ഒമാനി ഡെവലപ്പർമാരുടെ സ്വതന്ത്രമായ സംരംഭമാണെങ്കിലും വാദി ദർബാത്തിലെ ടൂറിസം ഓപ്പറേറ്റർമാർ ഒരു സേവനദാതാവായി ഇതിൽ പങ്കാളികളാകും. ഈ സംവിധാനം പ്രവർത്തനക്ഷമമാകുന്നതോടെ സന്ദർശകർക്ക് ഏതാനും മണിക്കൂറുകളിലേക്കോ അല്ലെങ്കിൽ ഒരു ദിവസത്തേക്ക് മുഴുവനായോ ക്യാബിനുകൾ ബുക്ക് ചെയ്യാം. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ പൂർണ്ണമാകുന്നു. പ്രവാസ ലോകത്തെ പുത്തൻ വാർത്തകൾ അറിയാൻ ഗൾഫ് മാധ്യമത്തിന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സന്ദർശിക്കാം.